ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം. സർക്കാർ ജീവനക്കാർ ലഹരിക്കെതിരെ മനുഷ്യമതിൽ പണിയേണ്ടത് സെക്രട്ടേറിയറ്റ് പടിക്കലല്ലെന്നും മറിച്ച് ക്ലിഫ് ഹൌസിലാണെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞ 9 വർഷം ഈ മുഖ്യമന്ത്രിയും ഈ സർക്കാരും ഊട്ടി വളർത്തിയതാണ് ലഹരി മാഫിയെ. ഇവരുടെ വേരിറക്കാൻ കഴിയാത്തത് മുഖ്യമന്ത്രിയുടെ പരാജയമാണെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. വെറും 24 മണിക്കൂർ കൊണ്ട് ഇതിന് അന്ത്യം കുറിക്കാൻ സാധിക്കും. ഇത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്ന് കൊള്ളപ്പലിശക്കാരെ നിയന്ത്രിച്ചു നിർത്തി. ഇത്തരത്തിൽ ലഹരി മാഫിയയും നിയന്ത്രിക്കാനാകും. ഇത് ഇപ്പോൾ ചെയ്യാൻ കഴിയാത്തത് ഭരണപരാജയമാണ്. സെക്രട്ടേറിയറ്റിലെ ഇടതുപക്ഷ യൂണിയൻ സമരം ചെയ്തിട്ട് ഒരുപാട് കാലമായി. അവരെ ചുമ്മാതെ സമരത്തിനിറക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയാണ് ഈ മനുഷ്യമതിൽ. ഇത് വെറും തട്ടിപ്പ് പരിപാടിയാണ്. സർക്കാർ ലഹരി മാഫിയയ്ക്ക് നേരെ കണ്ണുകൾ അടയ്ക്കുന്നു. ബാറുകളും ഡിസ്റ്റിലറികളും യഥേഷ്ടം അനുവദിക്കുന്നു. പിണറായി വിജയൻ ഉറക്കം നിർത്തി എഴുന്നേറ്റ് ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. മുഖ്യമന്ത്രിക്കും സർക്കാരിനും യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്തതുകൊണ്ടാണ് ലഹരി വിഷയം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ കഴമ്പുണ്ടെന്നാണ് പൊതുസമൂഹം അഭിപ്രായപ്പെടുന്നത്. ഇത്രയും ശക്തമായ പോലീസ് സംവിധാനമുള്ള കേരളത്തിൽ ലഹരി മരുന്നിന്റെ വ്യാപനം തടയാൻ കഴിയാത്തത് സർക്കാരിന്റെ പോരായ്മ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായാണ് ലഹരി വിതരണം ഇത്രയും വ്യാപകമായതെന്നും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ കെട്ടുകളയച്ച പോലീസിനെ സ്വതന്ത്രരായി ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സമ്മതം നൽകിയാൽ ദിവസങ്ങൾ കൊണ്ട് ലഹരി മതിൽ തീർക്കാനാകും. ശക്തമായ നടപടി സ്വീകരിക്കുമ്പോൾ അതിൽ ഇടപെടലുകളും കൈകടത്തലുകളും ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം.